ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന. അപ്പോൾ നമ്മളുടെ ഗാർഡൻ നിങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാറ്റ്സ് ക്ലോ ക്രീപ്പർ ഫുള്ളായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പല ചാനലുകളിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചാനലിൽ ഞാൻ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും നമ്മളെ ഗാർഡനിൽ മഞ്ഞ പുതപ്പ് വിരിച്ച പോലെയാണ് നമ്മളെ കാറ്റ്സ് ക്ലോ ക്രീപ്പർ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളെ ഹാങ്ങിങ് ബോട്ടിലുള്ള നമ്മളെ ഹൈബ്രിഡ് ബോഗൻവില്ലെങ്കിൽ അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ലൊരു വൈബാണ്, ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടുന്നത്. വണ്ടുകളും അതുപോലെ തേനീച്ചകളും ബട്ടർഫ്ലൈസും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് രാവിലെ കിട്ടുന്നത്. സത്യം നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കില്ല. ശരിക്കും ഒരു മെഡിസിൻ തന്നെയാണ് നമ്മളെ ചെടികൾ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ചെറിയൊരു തണ്ടെങ്കിലും നിങ്ങളവിടെ കൊണ്ടുവന്ന് വെക്കണം നിങ്ങളെ വീട്ടിലൊക്കെ കാറ്റ്സ് ക്ലോ ക്രീപ്പറിൻ്റെ. പക്ഷേ കൊല്ലത്തിലൊരു തവണ ഉണ്ടാവുള്ളൂ, ലൈഫും കുറവാണ്. ഒരു 3 ദിവസമൊക്കെ ഇതിന് പൂക്കളുടെ ലൈഫ് ഉണ്ടാവുള്ളൂ, 3-4 ദിവസം. അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്ത കാരണം നമുക്ക് ഇത്തവണ ഭയങ്കരമായിട്ട് ലൈഫ് കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ടെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് വെക്കണം കേട്ടോ. അത്ര ഭംഗിയാണ് ഇത് പൂവുണ്ടായിക്കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും കണ്ണുകൾക്ക് തന്നെ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ആരും നല്ല കമൻറ്റ്സ് കൊടുക്കാൻ മറക്കണ്ട. കമൻറ്റിന് ഗിഫ്റ്റ് ഉണ്ട്. ഇത്തവണ നമ്മൾ ഗിഫ്റ്റിന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷ്ണപ്രസാദ് എന്നാണ് പേര് വന്നിട്ടുള്ളത്. ഒറ്റപ്പോലത്താണ് വീടുള്ളത്. അവർക്ക് ഞാൻ പ്ലാൻസ് അയച്ചു കൊടുത്തതിന് ശേഷം അവർ റിവ്യൂസ് വന്നിട്ട് ഞാൻ ഇതിലിടുന്നതായിരിക്കും. അതിന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ്സ് നല്ല കമൻറ്റും അതുപോലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നിന്ന് നല്ലൊരു കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കും. നല്ല കമൻറ്റ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കും. അവർക്ക് നല്ലൊരു അടിപൊളി അടർന്ന പ്ലാന്റാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന്റ് കൃഷ്ണപ്രസാദിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം, നോമ്പിന് ശേഷം ഞാൻ അയക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ചിട്ട് കിട്ടിയതിന് ശേഷം അയാൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു പ്ലാന്റ് നിങ്ങൾക്കും വേണ്ടേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. 3 പേർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ വാട്സപ്പ് വഴി ആ ഷെയർ ചെയ്ത വീഡിയോ സ്ക്രീൻഷോട്ട് അയക്കുക. അതിൽ നിന്ന് ഒരു അടിപൊളി ആളെ ഇനിയും നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇനി പെരുന്നാളിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ചെടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, സ്കിപ്പ് ചെയ്യണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്. അതുപോലെ ഗാർഡൻ ടൂർ നമ്മൾ തീരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ ഭാഗങ്ങളും അതുപോലെ സെയിലിനുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഫുള്ള് ഗാർഡൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം മിസ് ചെയ്യാതെ കാണാം കേട്ടോ. ബൈ. അപ്പോൾ കൃഷ്ണപ്രസാദ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു കമൻറ്റ് ഇടണേ. ഞാനത് പിൻ ചെയ്ത് വെക്കാം. ഇയാളാണെന്നുള്ളത് എല്ലാവരും അറിയട്ടെ. നമ്മൾ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണപ്രസാദ് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. നമ്മളുടെ റെഡ് സെപ്റ്റംബർ, സുന്ദരിയായ റെഡ് സെപ്റ്റംബർ. എന്ത് ഭംഗിയാണെന്ന് ഇതിൻ്റെ പൂക്കൾ കാണാൻ. നല്ലൊരു പിങ്ക്, ഡാർക്ക് പിങ്ക് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് ഈ പൂക്കളുടെ ഉള്ളിൽ കയറി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഒരു രക്ഷയില്ല. ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ലീഫാണ് വരുന്നത്. ഇത് നമ്മുടെ ഫയറോപ്പൽ ഓറഞ്ച്. ഇതിൻ്റെയൊക്കെ കുറേ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് സെയിലിനായിട്ട്. റൂബി റെഡ്, ഫയറോപ്പൽ ഓറഞ്ച്, അതുപോലെ ചില്ലി റെഡ്, അങ്ങനെയുള്ള കുറേ വെറൈറ്റി. ഫ്ലെയിം റെഡ്, ഇതാണ് ഫ്ലെയിം റെഡ്. ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത്. കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മൾ അയച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഈ റെഡ് സെപ്റ്റംബറിൻ്റെ പൂക്കൾ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡായിരിക്കും ശരിക്കും. അതിനിടയിൽ അതൊരു പെട്ടെന്നൊരു മഴ അങ്ങോട്ട് വന്നു. നല്ല ചെടികളൊക്കെ നല്ല സന്തോഷത്തിലാണ്, മഴ കൊണ്ട സന്തോഷത്തിലാണ്. ഹൈബ്രിഡ് ബോഗൻവില്ല ഹെവി മഴ കൊള്ളിക്കാൻ പാടില്ല, പക്ഷെ പെട്ടെന്നുണ്ടായിരുന്ന ഒരു മഴയായിരുന്നു. പക്ഷേ ചെടികളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ ആസ്വദിക്കുകയാണ് മഴ. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്തു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് മഴയും കൂടി പെയ്തത്. നല്ല ഭംഗിയിലാണ് മഴ. ഇങ്ങനെ നോക്ക്, എന്ത് രസമല്ലേ മഴയത്ത് നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ആട് വിളയുമ്പോൾ. അതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ പൂക്കളൊക്കെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ.
കഴിഞ്ഞ് വരുന്ന വെയിലിന് ഒരു അടിപൊളി ഭംഗി തന്നെ കേട്ടോ, ഭയങ്കര ഭംഗി. അതേപോലെ ചെടികളെ പോലെ തന്നെ നമ്മളെ വണ്ടുകളും ഞാനും ഭയങ്കര സന്തോഷമായിരുന്നു. ഇറങ്ങി നിന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. ഇനി നമ്മൾ ടെറസിൻ്റെ മേലെ നിന്ന് എടുത്തൊരു വ്യൂ ആട്ടോ. നമ്മളെ കാർപോച്ച് നിറഞ്ഞ് പൊതഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാനെടുത്തൊരു വീഡിയോ ആണ് ഇത്. നമ്മൾ മഴയ്ക്ക് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആകാശത്തിൻ്റെ ഒരു ഭംഗിയൊന്ന് കാണണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, എന്ത് ഭംഗിയല്ലേ അത്. നമ്മളുടെ പൂക്കളുടെ ഇടയിൽ കൂടി ഈ ആകാശം കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. അത് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്പം തന്നെ എടുത്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചത്. സുന്ദരികളൊക്കെ മഴയത്ത് കുളിച്ച് കണ്ടില്ലേ, നന്നായിട്ട് കുളിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ കുടയുമ്പോഴൊക്കെ വെള്ളം തെറിക്കുന്നത് കണ്ടില്ലേ, എന്ത് രസമാണെന്നറിയോ. അപ്പോൾ അതിനെ കാണാൻ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക കളറും വന്ന പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കുറേ ആൾക്കാർ ചോദിച്ചതും ഈ ഹാങ്ങിങ് ബോട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഹാങ്ങിങ് ബോട്ട് നമ്മളുടെ കയ്യിലുണ്ട്, സെയിലിനായിട്ടുണ്ട്. ടെറാക്കോട്ടയുടെ കളറുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ്, വൈറ്റും ടെറാക്കോട്ടയുണ്ട്. അപ്പോൾ റെഡ് കളർ എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിരുന്നു. റെഡ് കളർ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്, അല്ലാതെ ഒരു അതുപോലെ നമുക്ക് കണ്ടില്ലേ റെഡ്, അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. പെയിൻറ്റ് കടയിൽ പോയി കഴിഞ്ഞാൽ റെഡ് കളർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. അപ്പോൾ ഇത് വരുന്നത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടാണ് വരുന്നത്. 33 ആണ് സൈസ് വരുന്നത്. വിത്ത് ചെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അടിയിലൊരു ട്രേ ഉണ്ടായിരിക്കും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് വെച്ച് 2 ദിവസം വരെയൊക്കെ ഇതിന് വാട്ടർ അബ്സോർബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റൈലിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വെള്ളം നിർത്തണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിലൊക്കെ ഒരു ഓട്ടയൊക്കെ ഉണ്ടാക്കി, അതൊരു പപ്പടക്കോലൊക്കെ ചൂടാക്കിയിട്ട് അടിയിൽ ഓട്ട ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, 2 സ്റ്റൈലും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറേ പേര് നമ്മൾ DM-ൽ വന്നിട്ട് മെസ്സേജ് ചെയ്ത ഒരു ഡൗട്ടാണ്, ഇത് എങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കുന്നത്, വെയിറ്റ് കൂടിയാൽ പൊട്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഉമിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഉമി ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് കുറയും. അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന ഒരു, നമ്മളിപ്പോൾ ചകിരിച്ചോറൊക്കെയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യും. പ്ലാന്റ് നശിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കില്ലല്ലോ. അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് നശിക്കുന്നത് നമ്മളറിയാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഉമിയാണ് ആഡ് ചെയ്യാറ്. മണൽ, ഗാർഡൻ സോയിൽ, മണൽ, കുറച്ച് പോട്ടി മിക്സ്, അതുപോലെ തന്നെ അങ്ങനെ ഉമിയാണ് കൂടുതൽ അളവ് കൊടുക്കാറ് മണ്ണിനേക്കാളും. അപ്പോൾ നമുക്ക് വെയിറ്റ് ഒന്നും അങ്ങനെ വരില്ല. പിന്നെ പ്രത്യേകിച്ച് പൊട്ടൊന്നുമില്ല. ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഇതായ കാരണം 4 വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ചെയിൻ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്, ഒരു മഴയൊക്കെ കൊള്ളുന്ന കാരണം ചെയിനൊക്കെ, ഞാൻ മഴയിൽ തന്നെയാണ് എൻ്റെ പ്ലാന്റ്സൊക്കെ വെക്കാറുള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്ലാന്റ് മെച്ചോർഡായ കാരണം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനി നിങ്ങളുടെ പ്ലാന്റ് ചെറിയ പ്ലാന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഴ കൊള്ളിക്കരുത് കേട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 3-നാണ് നമ്മൾ പോകുന്നത്. അത് ഫുൾ ബുക്കിംഗ് ആണ്, ഇനി ക്ലോസ് ചെയ്തു. ഏപ്രിൽ ബുക്കിംഗ് ക്ലോസ്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയ്യിലേക്കുള്ള ബുക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് 2-ാം തീയതിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 5 days and 4 nights ആണ് വരുന്നത് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ലേഡീസ് ഓൺലി ട്രിപ്പും ഉണ്ട്, അതുപോലെ മിക്സഡ് ഗ്രൂപ്പും ഉണ്ട് കേട്ടോ. മിക്സഡ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിടാം. പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് ടുലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടുലിപ്സിൻ്റെ ഏഷ്യയിലെ ലാർജസ്റ്റ് ഗാർഡനാണ് ശ്രീനഗറിലുള്ളത്. അത് ഓപ്പൺ ചെയ്യുന്നത് ഈ മാസം 25-ാം തീയതിയാണ്, മാർച്ച് 25-നാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന് ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറച്ചുണ്ടാവുള്ളൂ, 15 ദിവസമേ ലൈഫുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുക്കിംഗ് എത്രയും പെട്ടെന്ന് ക്ലോസ് ആയി പോയി. ഒരുപാട് ആൾക്കാർ ബുക്കിംഗ് വന്നു, അപ്പോൾ റൂംസൊക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് ബുക്കിംഗ് ക്ലോസ്ഡ് ആണ്. ഇനി മെയ്യിലാണ് നിങ്ങൾക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ.
തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇതാണ് ആ മെഡിസിൻ വരുന്നത്. ഇത് നമ്മൾക്ക് ഓൺലൈനിലാണ് സെയിലുള്ളത്. 100 എണ്ണത്തിനാണ് 100 എണ്ണമായിട്ടും 50 എണ്ണമായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെഡിസിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് 8 ഇഞ്ച് പോട്ടിലൊക്കെ നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മെഡിസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവും, അതുപോലെ തന്നെ പ്ലാന്റിന് ഗ്രോത്തും ഉണ്ടാവും. നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് ഒരുപാട് ആൾക്കാർ ബുക്കിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമ്മളുടെ 2 പ്ലാന്റ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പ്ലാന്റ്സ് ആണ്. ഹാങ്ങിങ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല സേഫ് ആയിട്ട് തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയുണ്ട്, അതിലാണ് നമ്മൾ കൊടുത്തു വയ്ക്കുന്നത്. 2 ടീംസ് ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് നല്ല അടിപൊളി സെറ്റാക്കിയതിന് ശേഷമാണ് നിങ്ങളെ കയ്യിലെത്തുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഇത് ഈ സാറ് കാണുന്നുണ്ടെങ്കിൽ ഇതിലൊരു കമൻറ്റ് ഇടണം, നിങ്ങളെ കയ്യിൽ എത്രയും ഹെൽത്തി ആയിട്ട് കിട്ടിയെന്നുള്ളത് പറയണം കേട്ടോ. ലോല എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇത് നല്ല ഭംഗിയാണ്. ഒരു ബേബി പിങ്ക് കളറാണ് വരുന്നത്. നിറച്ച് പൂക്കളുണ്ടാവും. ഇതുപോലുള്ള ഹാങ്ങിങ് ബോട്ടിൽ സെറ്റാക്കിയിട്ട് തന്നെയാണ് നമ്മളിത് അയച്ചു കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് പെർപ്പിൾ, ടാങ്ലോങ് പെർപ്പിൾ, ടാങ്ലോങ് റെഡൊക്കെ നിങ്ങൾ കണ്ടിരുന്നില്ലേ, അതിൻ്റെ പെർപ്പിളാണത്. ഇതിൻ്റെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിൻ്റെ. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കോൾ ചെയ്യാതിരിക്കുക, മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ നമ്പർ ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂടും. ഇത് നമ്മൾ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം വെരിഗേറ്റഡ് ആയിട്ടുള്ള റൂബി റെഡ്, ഫ്ലെയിം റെഡ്, ബ്രിസാർ റെഡ് അതൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കയ്യിൽ. ഇതാണ് വെരിഗേറ്റഡ് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ലീഫിൽ വെരിഗേഷൻ വന്നിട്ട് നമ്മൾ റൂബി റെഡൊക്കെ സെയിം കളറിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ഓറഞ്ച്, ഫെറോപ്പൽ ഓറഞ്ച്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. റൂബി റെഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതാണ് പിങ്ക് പാച്ച് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിറച്ച് പൊക്കെയായിട്ട് പൂക്കളുണ്ടാവും. നമ്മുടെ സക്കൂറ ബലാക്കാൻ്റെ ഒരു കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്. കാണാൻ ഒരുപോലെ തന്നെയുണ്ട് കാണാൻ. വെരിഗേറ്റഡ് ലീഫും അതുപോലെ പൂക്കൾ കാണുമ്പോഴൊക്കെ ഏകദേശം ഒരുപോലെ തോന്നുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഇതാണ് സാൻഡംബാറ്റിക് എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റി ഇപ്പോൾ വന്നിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ തന്നെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഒരുപാട് എൻക്വയറി വരുന്നൊരു കാര്യമാണ് നമ്മളുടെ മൾട്ടി കളർ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മൾട്ടി കളറിൻ്റെ 5 കളർ വരുന്ന, അതായത് ചില്ലി ഐറ്റംസ് 5 കളർ വരുന്ന വലിയ പ്ലാന്റും അതുപോലെ മീഡിയം സൈസ് പ്ലാന്റ്സും ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ. ഒരു അടിപൊളി കണ്ടന്റുമായി കാണുന്നവരെ ബൈ ബൈ.